ഹരികൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനാതിമിരാമിതസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജഗന്നാഥ് ഭഗവാനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇന്നും ജഗന്നാഥ് ഭഗവാന്റെ കുറച്ച് പാസ്റ്റ് ടൈംസ് ആണ് പറയാൻ പോകുന്നത്. ജഗന്നാഥ് ഭഗവാൻ പുരിയിൽ കാണിക്കുന്ന ലീലകൾ ഭയങ്കര രസമാണ് കാണാൻ. അതായത് നമ്മുടെ കുഞ്ഞു കണ്ണൻ വൃന്ദാവനത്തിൽ എന്തൊക്കെ ലീലകളാണോ കാണിച്ചത് അതേപോലത്തെ രസമാണ് ഭഗവാൻ പുരിയിലും കാണിക്കുന്നത്. അപ്പൊ അതില് ഭഗവാൻ വന്നിട്ട് കാണിക്കുന്ന ലീലകളിൽ ഓരോ ടോപ്പിക് വെച്ചിട്ടാണ് ഭഗവാൻ കാണിക്കുക. അതിലൊന്നാണ് ഗർഭ ഗഞ്ച് എന്ന് പറയും. അതായത് പുരിയിൽ നമ്മൾ പോകുമ്പോൾ ഗർഭ ഗഞ്ച് എന്ന് പറയും. അതായത് അഹങ്കാരം നശിപ്പിക്കുക, അല്ലെങ്കിൽ ഈഗോ നശിപ്പിക്കുക, ഭക്തന്റെ ഗർവ് നശിപ്പിക്കുക എന്നാണ് അർത്ഥം. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഭക്തന്റെ ഉള്ളിൽ അഹങ്കാരം വന്നു കഴിഞ്ഞാല്, അല്ലെങ്കിൽ അതേപോലെ അഹംഭാവം വന്നു കഴിഞ്ഞാൽ, ഞാൻ എന്നൊരു ഭാവം വന്നു കഴിഞ്ഞാൽ, പിന്നെ അദ്ദേഹത്തിന് നമുക്ക് എന്തായിട്ട് ഭക്തനായിട്ട് കാണാൻ പറ്റില്ല. കാരണം അത് വരുന്നത് എങ്ങനെയാണ്, ഒരു ഭക്തന്റെ മനസ്സിൽ ഒരിക്കലും ആ ഒരു ഭാവം വരില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും, ഒരു പരിശുദ്ധ ഭക്തന്റെ ഉള്ളിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭഗവാൻ ഉടനെ തന്നെ എന്ത് ചെയ്യും, ആ ഭക്തനെ ആ ഭക്തന്റെ ഉള്ളിലെ അഹങ്കാരം അല്ലെങ്കിൽ അഹംഭാവം അപ്പാടെ നശിപ്പിച്ച് കളയും. അപ്പൊ അതുപോലെ പുരിയിലെ ജഗന്നാഥ് ഭഗവാൻ ഇതേപോലെ ഒരുപാട് പേരുടെ അഹങ്കാരം നശിപ്പിച്ചിട്ടുണ്ട്. അതില് ഒരാളാണ് ഉദയനാചാര്യ എന്ന് പറയും. ഇദ്ദേഹം വന്നിട്ട് വലിയ ഒരു ബ്രാഹ്മണനാണ്. അതായത് ഭയങ്കര പാണ്ഡിത്യമുള്ള ഒരാളാണ് ഈ ഉദയനാചാര്യ. അപ്പൊ ഇദ്ദേഹം ഭഗവാനെ ഇങ്ങനെ വേദങ്ങളിൽ ഇങ്ങനെ വായിച്ചു കേട്ടിട്ടുള്ളത്, ജഗന്നാഥ് ഭഗവാനെ നേരിട്ട് കാണുകയാണെങ്കിൽ മോക്ഷം കിട്ടും എന്നൊരിത് ഇദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പൊ ജഗന്നാഥ് ഭഗവാനെ നേരിട്ട് കണ്ടാൽ മോക്ഷം കിട്ടുമോ? ഓ പിന്നെ ചുമ്മാ പറയായിരിക്കും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എങ്ങനെയാണ് ഒരു വിഗ്രഹത്തെ നേരിട്ട് കണ്ടാൽ മോക്ഷം കിട്ടുക? അതും ആ വിഗ്രഹത്തിന് കൈയില്ല, നേരെ കാലില്ല, വലിയ മുഖം, ഇങ്ങനത്തെ ഒരു വിഗ്രഹത്തിനെ കണ്ട എങ്ങനെ മോക്ഷം കിട്ടാനാണ് എന്നിങ്ങനെ പറയും. അപ്പൊ എന്നിട്ട് ഉദയനാചാര്യം എന്തായാലും ഞാൻ ഒന്ന് പോയി നോക്കട്ടെ, ഇതൊക്കെ സത്യമാണോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പുരിയിലോട്ട് പോകും. അപ്പൊ ഇദ്ദേഹം പുരിയിലോട്ട് പോയി ആദ്യത്തെ ദിവസം ദർശനം എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഭയങ്കര പ്രൗഢിയിൽ അഹങ്കാരത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. കാരണം അദ്ദേഹം ഭയങ്കര പാണ്ഡിത്യ ഒരാളാണ്. പക്ഷെ അന്ന് പൂജാരി എത്ര ശ്രമിച്ചിട്ടും പുരിയിലെ നട തുറക്കുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ നടന്ന കഥയാണ്. പുരിയിലെ നട തുറക്കുന്നില്ല. പൂജാരി എത്ര ശ്രമിച്ചു, കുറെ പ്രാവശ്യം ശ്രമിച്ചു അദ്ദേഹം, പക്ഷെ പുരിയിലെ നട മാത്രം തുറക്കുന്നില്ല. അന്ന് ഭഗവാൻ അവർക്ക് ആർക്കും ദർശനം കൊടുത്തുമില്ല. അപ്പൊ അന്ന് രാത്രി പൂജാരി സ്വപ്നത്തില് ഭഗവാനോട് ഇങ്ങനെ, ഭഗവാൻ സ്വപ്നത്തിൽ വരുമ്പോഴത്തേക്കും ഭഗവാനോട് ചോദിക്കാം എന്തുകൊണ്ടാണ് നട തുറക്കാത്തേന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ പറയും, ഒരു വലിയ പാണ്ഡിത്യമുള്ള, എന്നെക്കാളും പാണ്ഡിത്യമുള്ള ഒരാൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഉദയനാചാര്യാണ്. അദ്ദേഹം വന്നത് എന്നെ തൊഴാൻ വേണ്ടിയിട്ടല്ല, പകരം വേദങ്ങൾ പറയുന്നത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ അഹങ്കാരം, ഞാൻ അദ്ദേഹത്തിന് ദർശനം കൊടുക്കില്ല. എന്ന് അദ്ദേഹം പുരിയിൽ നിന്ന് പോകുന്നോ അന്ന് മാത്രമേ ഞാൻ ദർശനം കൊടുക്കുള്ളൂ എന്ന് പറയും. അപ്പൊ പിറ്റേന്ന് പൂജാരിക്കപ്പൊ എല്ലാം മനസ്സിലായല്ലോ. അപ്പൊ അതേ പിറ്റേന്ന് പൂജാരി ഇങ്ങനെ വരാണ്, അവിടെ നിൽക്കാണ്. അപ്പം ഇദ്ദേഹം വന്നിട്ട് കുളിച്ച് ഭയങ്കര എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇദ്ദേഹം വന്ന് അവിടെ ഇങ്ങനെ നിൽക്കാണ്. അപ്പൊ പൂജാരി എന്ന് ചോദിക്കുകയാണ്. പൂജാരി ഇങ്ങനെ എല്ലാവരും മുമ്പിൽ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യാണ്, ഈ ഉദയനാചാര്യ ആരാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ഈ ആചാര്യ ആരെന്ന് പറയുമ്പം ആരും കുറച്ചു നേരത്തേക്ക് മിണ്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ആള് വന്നിട്ട് പറയും, ഞാനാണ് ഉദയനാചാര്യ എന്ന് ഭയങ്കര പ്രൗഢിയിൽ പറയാണ്. അപ്പൊ പറയും, ഇങ്ങോട്ട് വരും, നിങ്ങൾക്ക് ജഗന്നാഥ് ഒരു മെസ്സേജ് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരുമോ എന്ന് പറയും. അപ്പൊ ഇദ്ദേഹം വിചാരിക്കുക എന്തോ നല്ല കാര്യമാണ്. അപ്പൊ ഇദ്ദേഹം പറയും, വേണ്ട വേണ്ട, നിങ്ങൾ പറഞ്ഞു, എല്ലാരും കേൾക്കട്ടെ എന്ന് പറയും. പൂജാരി പറയും, ശരി എന്നാ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഉറച്ചു പറയാം, എന്നാ നിങ്ങൾ പുരിന്ന് പോകുന്നു അന്നേ ഭഗവാൻ ദർശനം തരുള്ളൂ എന്ന് പറയും. അപ്പൊ ഇത് കേട്ടതും ഉദയനാചാര്യരുടെ ആ ഉള്ളിലുള്ള അഹങ്കാരം അത് എന്തായി, അത് താനെ താഴ്ന്നു പോയി. അതിന് പകരം അവിടെ എന്ത് നിറഞ്ഞു, ഭക്തി നിറഞ്ഞു. അഹങ്കാരത്തെ മാറ്റി അവിടെ ഭക്തി വന്നു. അദ്ദേഹം തന്റെ തലയിൽ ഉണ്ടായിരുന്ന തലപ്പാവ് ഊരി താഴെ വെച്ച് ഭഗവാനോട് കരയാൻ തുടങ്ങി, അപേക്ഷിക്കാൻ തുടങ്ങി. അതായത് എനിക്ക് ദർശനം തരൂ, ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അപേക്ഷിക്കാൻ തുടങ്ങി. ആ നിമിഷം ജഗന്നാഥിന്റെ ആ ഒരു വാതില്, ഭഗവാന്റെ വാതിൽ തുറന്ന് എല്ലാവർക്കും ദർശനം കിട്ടി. അതേപോലെ അപ്പൊ ഇത് അവിടെ അദ്ദേഹത്തിന്റെ ഉദയനാചാര്യരുടെ അഹങ്കാരം ഭഗവാൻ എന്ത് ചെയ്തു, അവിടെ നശിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് ഭഗവാനോട് ഇദ്ദേഹം
പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ഉള്ളിലെ അഹങ്കാരം അങ്ങ് നശിപ്പിച്ചത് എങ്ങനെയാണോ അതേപോലെ എല്ലാവരുടെ ഉള്ളിലും ഭക്തി കിട്ടണം, എല്ലാവരുടെ ഉള്ളിലെ അഹങ്കാരം അങ്ങ് നശിപ്പിക്കണം എന്ന് ദേവനാചാര്യ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ഒരു കഥയാണ്. ഇതേപോലെ അടുത്തൊരു കഥയുണ്ട്. ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായ സുദർശൻ ചക്രം ഭഗവാന്റെ റൈറ്റ് ഹാൻഡിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റ് ഹാൻഡിൽ ഇരുന്ന സുദർശൻ ചക്രത്തിന് ഒരു അഹങ്കാരം അല്ലെങ്കിൽ ഒരു അഹംഭാവം, അതായത് ഞാനാണ് ഏറ്റവും വലിയ ഭഗവാന്റെ ഭക്തൻ എന്നൊരു ഭാവം. അപ്പൊ സുദർശൻ ചക്രം ഇത് ഭാവം ഈ അഹങ്കാരം വന്നപ്പോഴേ ആർക്ക് ഭഗവാന് മനസ്സിലായി. ഭഗവാൻ വിചാരിച്ചു, എന്നാ നിനക്ക് അത്രയ്ക്ക് ഇതായോ, എന്നാ നമുക്ക് നോക്കാം എന്ന് പറയാം. അങ്ങനെ സുദർശൻ ചക്രനെ ഒരു ദിവസം ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വിളിച്ചിട്ട് പറയാം. അപ്പൊ സുഭദ്രാദേവിയും ബലദേവനും ഉണ്ട് കൂടെ. അപ്പൊ സുദർശൻ ചക്രത്തെ വിളിച്ചിട്ട് പറയാം, എൻ്റെ ഒരു വലിയ ഭക്തൻ ഒരു ഹിമാലയത്തിന്റെ മുകളില് താഴെ ഒരു നദിയുണ്ട്, ഒരു വലിയ കടലുണ്ട്, ആ കടലിന്റെ നടുക്ക് ഒരു ഐലൻഡ് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അദ്ദേഹം തപസ്സിരിപ്പുണ്ട്, നീ പോയി അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വരണം എന്ന് പറയും. അപ്പൊ സുദർശൻ ചക്രം മനസ്സിൽ പറയും, എന്നെക്കാളും വലിയ ഭക്തനോ, അതാരാണത്? ഞാനല്ലേ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ. ഇപ്പൊ എന്നെക്കാളും വലിയൊരു ഭക്തനുണ്ടെന്ന് ഭഗവാൻ പറയുന്നു. ആരായിരിക്കും അത് എന്ന് പറയാണ്. അങ്ങനെ സുദർശൻ ചക്രം ഇങ്ങനെ കറങ്ങി കറങ്ങി ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അവിടെ എത്തിയിട്ട് നോക്കുമ്പോഴത്തേക്കും ഹനുമാൻജി അവിടെ ഇരുന്ന് രാം രാം എന്ന് ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഹനുമാൻജിയെ കണ്ടുടനെ സുദർശൻ ചക്രം പറയും, ഹനുമാൻ, നിന്നെ ഭഗവാൻ വിളിക്കുന്നുണ്ട്, വേഗം വരാൻ പറയും. അപ്പോ ഭഗവാൻ നിന്നെ ശ്രീരാമസ്വാമി വിളിക്കുന്നു, കൊണ്ടുവരാൻ പറയാന്നാണ് സുദർശൻ ചക്രന്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞു വിട്ടത്. അപ്പം ഹനുമാന്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ശ്രീരാമസ്വാമി വിളിക്കുന്നുണ്ട്, വേഗം വരാൻ പറയും സുദർശൻ ചക്രം. ഭയങ്കര അഹങ്കാരത്തിലാണ് പറയുന്നത്. അപ്പൊ ഹനുമാൻ ഇത് കേട്ടുടനെ ചാടി എണീറ്റ് അവിടെ കിടന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. കാരണം ഭക്തന്റെ ആ ഒരു ഭക്തിയുടെ ഇതില് അദ്ദേഹം ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം പെട്ടെന്ന് പോവാണ്. അപ്പൊ ഈ സുദർശൻ ചക്രം ഇത് പറഞ്ഞു തീർന്നുകൊണ്ട് സുദർശൻ ചക്രം അവിടെ എത്തി. കാരണം സുദർശൻ ചക്രം വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നേരെ അവിടെ എത്തി. എന്നിട്ട് ഇതിന് 4 വേറെ സുദർശൻ ചക്രങ്ങളെ സുദർശൻ ചക്രം 4 വേറെ സുദർശന ചക്രങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് ഓരോ കവാടത്തിലും ഓരോ സുദർശന ചക്രത്തെ നിർത്തും. അങ്ങനെ 4 എണ്ണത്തിന് ഓരോ കവാടത്തിൽ നിർത്തും. അപ്പൊ ഇങ്ങനെ ഭയങ്കര ശക്തിയിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹനുമാൻജി എവിടേക്ക് എത്തും? ഇവിടെ ജഗന്നാഥ് ഭഗവാൻ എവിടേക്ക് എത്തുന്ന സമയത്ത് ഇദ്ദേഹം നോക്കുമ്പോ ആദ്യം ഒരു വാതിലിൽ കൂടെ വരും. അപ്പൊ ഇങ്ങനെ ഒരു സുദർശൻ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. അടുത്ത് വേറൊരു വാതിൽ കൂടെ വരും, അവിടെയും കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ 4 വാതിലിൽ നോക്കുമ്പോൾ 4 സുദർശൻ ചക്രം അദ്ദേഹത്തിന് അകത്തോട്ട് വിടുന്നില്ല. അപ്പൊ ഈ ഹനുമാന്റെ ഭക്തി പരീക്ഷിക്കാനാണല്ലോ സുദർശൻ ചക്ര ഇത് വിട്ടത്, ഇങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ഭഗവാനെ പ്രാർത്ഥിച്ച് ഹനുമാൻ സ്വാമിയുടെ 2 കൈ 6 കൈയാക്കി മാറ്റി. അതായത് എക്സ്ട്രാ 4 കൈ കൂടെ ഹനുമാൻ സ്വാമി സ്വന്തമായിട്ട് വലിക്കും. അപ്പൊ 2 കൈ ഉണ്ടായിരുന്നപ്പോഴാണോ ഹനുമാൻ സ്വാമി ലങ്കാദഹനം ചെയ്തത്, രാവണന്റെ അഹങ്കാരത്തെ നശിപ്പിച്ചത്. അങ്ങനെ എന്തൊക്കെ ചെയ്തു ഹനുമാൻ സ്വാമി? ഇപ്പൊ 6 കൈയായി. 6 കൈയുള്ളപ്പോ ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ഈ 4 കൈ കൊണ്ട് 2 കൈ കൊണ്ട് 4 സുദർശൻ ചക്രത്തെ, ഒരു കൈയില് 2 സുദർശൻ ചക്രം വെച്ച് 2 കൈ കൊണ്ട് ആ 4 സുദർശൻ ചക്രത്തിനെ പിടിച്ച് കയ്യിൽ വെച്ചു. അതായത് ഒരു കൊതുവിനെ എങ്ങനെയാണ് പിടിക്കുന്നത് അതേ രീതിയിൽ ആ 4 സുദർശൻ ചക്രങ്ങളെ എടുത്തിങ്ങനെ കയ്യിൽ വെച്ചു. അതിന് കറങ്ങാൻ പോലും പറ്റാത്ത രീതിയിൽ പിടിച്ചു വെച്ചു. 2 കൈ കൊണ്ട് ചാൻഡിങ് ചെയ്യുന്നു, 2 കൈ കൊണ്ട് ഭഗവാനെ ഒബേസൻസ്, ഭഗവാനെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അങ്ങനെ 6 കൈ ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ 6 കൈയായിട്ട് ഈ ഹനുമാൻ കയറി വരുന്ന കാണുമ്പോഴേ സുദർശൻ ചക്രനെ പേടിയാണ്. അപ്പോ ഭഗവാൻ ഇങ്ങനെ ചോദിക്കും, ഹനുമാൻ നീ എന്താണ് ലേറ്റ് ആയത്? അപ്പൊ പറയും, 4 കൊതുകുകൾ അവിടെ ഉണ്ടായിരുന്നു, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു എന്ന് പറയും. അപ്പൊ ഭഗവാൻ പറയും, കൊതുവോ? അതാരാണ്? അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കറങ്ങുന്ന ഭയങ്കര സുദർശൻ ചക്രന്റെ വേറെ ആരോ ആണെന്ന് പറയും. അങ്ങനെ ഭഗവാൻ ഇങ്ങനെ സുദർശൻ ചക്രത്തെ നോക്കിയിട്ട് പറയും, ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തുകൊണ്ടാണ് എന്റെ ഏറ്റവും വലിയ ഡിവോട്ടി എന്ന് ഹനുമാനെ പറയാൻ കാരണം നിനക്ക് മനസ്സിലായോ എന്ന് പറയും. അപ്പൊ സുദർശൻ ചക്രം പറയും, എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ഭഗവാനെ, എന്റെ ഉള്ളിലെ അഹങ്കാരം അങ്ങ് ഒരു നിമിഷം കൊണ്ട് ഹനുമാനെ കൊണ്ട് അങ്ങ് നശിപ്പിച്ചു എന്ന് പറയും. പക്ഷെ ഭഗവാൻ പറയും, നിന്റെ ഉള്ളിലെ അഹങ്കാരം, നീ ഒരു ഭക്തനെ എന്താണ് ചെയ്തത്? ആ ഭക്തനെ നിന്ദിക്കുകയാണ് ചെയ്തത്. ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവാനെ നിന്ദിച്ചാലും, ഭഗവാനെ ഇത്ര പറഞ്ഞാലും ഭഗവാന് കുഴപ്പമില്ല, പക്ഷെ ഭഗവാന്റെ ഭക്തരെ പറയുന്നത് ഭഗവാൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതുപോലെ നീ എന്റെ ഭക്തനെയാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ നീ എന്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും, റൈറ്റ് സൈഡ് ആയിരിക്കില്ല, ലെഫ്റ്റ് സൈഡ് ആയിരിക്കും എന്ന് പറയും. അപ്പൊ
സുദർശൻ ചക്രം പറയും അയ്യോ അങ്ങനെയൊന്നും ഭഗവാൻ ചെയ്യല്ലേ, അങ്ങന്റെ ലെഫ്റ്റ് സൈഡ് വെക്കല്ലേ എന്ന് പറയും. അപ്പം മാത്രമല്ല ഭഗവാൻ പറയും എന്നാ ശരി ഞാനിപ്പോ എന്തായാലും പറഞ്ഞു പോയി, അതിനി മാറ്റാൻ പറ്റില്ല. അത് മാത്രമല്ല നീ നിന്നെ നമ്മള് കേറി പോകുമ്പോ, ജഗന്നാഥ് ഭഗവാൻ ഇവിടെ കേറി പോകുമ്പോ ഫസ്റ്റ് നമുക്ക് ഒരു സുദർശൻ ചക്രത്തിന്റെ ദർശനം എടുക്കാൻ പറ്റും. ആ ദർശനം എടുത്തു കഴിഞ്ഞാൽ ഭഗവാന് ദർശനം എടുക്കുന്നതിന് സമമാണ്. സുദർശൻ ചക്രത്തിന്റെ ദർശനം എടുത്തു കഴിഞ്ഞാൽ ഭഗവാന് ദർശനം എടുക്കുന്നതിന് സമമാണ്. ഇത് ഭഗവാൻ സുദർശൻ ചക്രം കൊടുത്തൊരു വരദാനാണ്. അതായത് ഭഗവാന് ദർശനം എടുക്കുന്നതിന് പകരം സുദർശൻ ചക്രനെ ദർശനം എടുത്തത്. അപ്പൊ ഹരിദാസ് ഠാക്കൂർ ഒക്കെ സുദർശൻ ചക്രത്തിനെയാണ് ദർശനം എടുത്തത് ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ. അതായത് ആ സുദർശൻ ചക്രനെ ദർശനം എടുക്കുന്നത് ഭഗവാന് ദർശനം എടുക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഭഗവാൻ സുദർശൻ ചക്രത്തിന്റെ അഹങ്കാരത്തെയും കുറച്ചു. അപ്പൊ ഇതേപോലെ ഭഗവാൻ ജഗന്നാഥ് ഭഗവാൻ എത്രയോ പേര് അഹങ്കാരങ്ങൾ കുറച്ച കഥകളുണ്ട്. കാരണം ഭഗവാന്റെ അവിടെ വരുന്ന ആൾക്കാർ, അഹങ്കാരം കൊണ്ട് വരുന്ന ആൾക്കാരൊന്നും തിരിച്ചതും കൊണ്ട് പോയിട്ടില്ല. അതാണ് കഥ. അഹങ്കാരം കൊണ്ടില്ലെങ്കിൽ ഭഗവാനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരൊന്നും തിരിച്ചു പോയിട്ടില്ല. പക്ഷെ അവര് മനസ്സിലാക്കുന്നില്ല, അത് കണ്ടുപിടിച്ചതേ ആരാണ്? ഭഗവാനാണ്. എന്നിട്ട് ആ ഭഗവാന്റെ മുമ്പിൽ തന്നെ അത് കാണിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആരാണോ അഹങ്കാരം കൊണ്ട് വരുന്നത്, പുരിയിൽ നമ്മൾ പോയാലും നമ്മുടെ ഉള്ളിൽ അഹങ്കാരം കൊണ്ടാണോ നമ്മൾ പുരിയിൽ പോകുന്നത്, തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം കാണില്ല. കാരണം ഇപ്പോഴും ഭഗവാൻ അത് തന്നെയാണ് ചെയ്യുന്നത്. ഭക്തന്മാരെ അഹങ്കാരത്തിൽ നിന്ന്, ഭഗവാൻ എന്താണ് വേണ്ടത്? പരിശുദ്ധ ഭക്തരാണ് ഭഗവാന് വേണ്ടത്. അതുകൊണ്ട് തന്നെ അവരിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും ഭഗവാൻ എന്ത് ചെയ്യും? ഓരോന്നായിട്ട് കുറയ്ക്കാൻ തുടങ്ങും. ചിലപ്പോൾ നമുക്കത് ഓരോ പ്രശ്നങ്ങളായിട്ടായിരിക്കും വരാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഭഗവാൻ അത് മാക്സിമം കുറയ്ക്കാൻ തുടങ്ങേണ്ട. അപ്പൊ നമ്മളും എന്ത് ചെയ്യണം? അത് നമ്മൾ യൂസ് ചെയ്യണം. എങ്ങനെ? നമ്മുടെ ഉള്ളിലെ അഹങ്കാരം നമ്മളെ കൊണ്ട് തന്നെ നമുക്കത് കുറയ്ക്കാൻ പറ്റും. നമ്മളാൽ തന്നെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ പിന്നെ ഭഗവാൻ അതിന് ഇടപെടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം ഭക്തന്റെ ഉള്ളിൽ അഹങ്കാരം കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും ഭക്തനെന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഒരിക്കലും ഒരു ഭക്തന്റെ ഉള്ളിൽ അഹങ്കാരം കയറാൻ പാടില്ല. അത് അല്ലാത്ത ഭൗതികവാദികളുടെ ഉള്ളിലാണ് വരേണ്ടത്. അത് ഭക്തന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പിന്നെ ഒരു ഭൗതികവാദിയെ പറയാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. അപ്പോ ഹരേ കൃഷ്ണ, ജഗന്നാഥപുരിയിലെന്ന് പറഞ്ഞു മോള്. അപ്പൊ അത് നമ്മള് ക്ഷേത്രത്തിൽ പോകുമ്പോ കൊടി പാറുന്നത് കാണാം. ഈ സുദർശന ചക്രത്തോട് ചേർന്ന് ആ ഗോപുരത്തിന്റെ മുകൾ വശത്തായിട്ട് സുദർശന ചക്രത്തെയാണ് ആദ്യം നമ്മൾ നമസ്കരിക്കുന്നത്. അപ്പൊ ജഗന്നാഥപുരിയിൽ പോയാൽ എല്ലാവർക്കും കാണാൻ പറ്റും. ആ സുദർശന ചക്രമാണ് ജഗന്നാഥപുരിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ സുദർശന ചക്രം ഏത് ദിക്കിൽ നിന്ന് നോക്കിയാലും സുദർശന ചക്രത്തെ നമുക്കിങ്ങനെ സുദർശനമായിട്ട് തന്നെ കാണാൻ പറ്റുന്ന അങ്ങനെ ഒരു അത്ഭുത ലീലകളുണ്ട്. ഇനി ഒരുപാട് കഥകളുമായിട്ട് ഭഗവാന്റെ ഹിസ്റ്ററി ആയിട്ട് വൈഷ്ണവി മോളെ സ്വാഗതം ചെയ്യണം. ഹരേ കൃഷ്ണ മോളെ.